50 ദിവസം കൊണ്ട് PSCയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണിത്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇത് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. 7ാം ക്ലാസ്സിലെ SCERTയുടെ ബേസിക് സയൻസ് ആണ്. ആദ്യത്തെ ചാപ്റ്റർ വിളയിക്കാൻ നൂറുമേനി. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഒന്ന്, കായിക പ്രജനനം എന്താണ്? അതായത് വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് വിത്തിൽ നിന്നും പുതിയ തൈ ഉണ്ടാകുന്നതാണ്. ഈ വേര് വഴി പുതിയ തൈ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് ശീമപ്ലാവ്. തണ്ട് വഴിയാണ് മുരിങ്ങ. ഇല വഴി ഇല മുളച്ച് ഭൂഖണ്ഡത്തിലൂടെ പുതിയ തൈ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് കാച്ചിൽ. ഇനി പതിവെക്കൽ എന്താണ്? ലെയറിംഗ് എന്ന് പറയും. പതിവെക്കൽ അതിന് ഉദാഹരണമാണ് പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി. അതിൽ എയർ ലെയറിങ്ങിന് ഉദാഹരണമാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. സെർപ്പൻറ്റൈൻ ലെയറിങ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലെയറിങ് മണ്ണിൽ പോകുന്നതാണ് സെർപ്പൻറ്റൈൻ ലെയറിങ്. അത് ബൊഗൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില ഇതിൻ്റെയൊക്കെ തണ്ട് ഭയങ്കര സോഫ്റ്റ് അല്ല, മറ്റതിനേക്കാൾ കുറച്ചുകൂടെ ബലം കുറവാണ്. അതുകൊണ്ട് സെർപ്പൻറ്റൈൻ ലെയറിങ് ഈസി ആയിട്ട് ചെയ്യാം. ഇനി വേര് പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ ഹോർമോൺ. വേര് പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്സിൻ ഹോർമോൺ ആണ്. ഇനി റൂട്ട് സ്റ്റോക്കും സിയോണും ഉപയോഗിച്ച് ചെയ്യുന്ന പ്രജനന മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. ഉദാഹരണം മാവ്. ബഡ്ഡിങ്ങിന് ഉദാഹരണമാണ് റോസ്. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത് കൃത്രിമ പരാഗണമാണ്. പൂമ്പൊടിയിനെ ഫീമെയിൽ പാർട്ടിലേക്ക് വെക്കുന്ന അതിനെയാണ് ജനിപുടത്തിലേക്ക് വെക്കുന്നതിനെയാണ് കൃത്രിമ പരാഗണം അഥവാ വർഗ്ഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന വിത്താണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയ കുറച്ച് വിത്തുകളുടെ പേര് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഉജ്ജ്വല, ജ്വാലാമുഖി ഇതൊക്കെ മുളകാണ്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി രണ്ടും പയറാണ്. പവിത്ര, അന്നപൂർണ നെല്ലിൻ്റെ ഹൈബ്രിഡാണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര ഇതൊക്കെ തെങ്ങാണ്. സൽകീർത്തി, കിരൺ രണ്ടും വെണ്ടയുടെ ഹൈബ്രിഡാണ്. ഇനി തൃശ്ശൂരിലും മണ്ണൂത്തിയിലാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈ വിത്തിൻ്റെ വെറൈറ്റിയൊക്കെ ഉൽപ്പാദിപ്പിക്കാറ്. അതുപോലെ തന്നെ CTCRI ഉണ്ട്, CPCRI ഉണ്ട്. CT ട്രിവാൻഡ്രത്താണ്. CT സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം, തിരുവനന്തപുരം. CP പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയതാണ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. ഇനി MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് മാഗ്സസെ അവാർഡ്, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നതാണ് വട്ടച്ചാഴി അഥവാ ലേഡി ബേർഡ്, ട്രൈക്കോഡെർമ, തവള, അരണ, ഓന്ത്, വണ്ട് ഇവയെല്ലാം ജൈവ കീട നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്നതാണ്. യാന്ത്രിക നിയന്ത്രണത്തിലാണ് ഫിറമോൺ ട്രാപ്പ് വരിക. യാന്ത്രിക നിയന്ത്രണം. പിന്നെ എപ്പികൾച്ചർ സ്റ്റഡി ഓഫ് തേനീച്ചയാണ്. തേനീച്ചകളെ പറ്റിയുള്ള പഠനമാണ് എപ്പികൾച്ചർ. ക്യൂണി കൾച്ചർ മുയലുകളെ പറ്റിയുള്ള പഠനമാണ്. സെറികൾച്ചർ പട്ടുനൂലാണ്, തേനീച്ചയല്ല എന്ന് ഓർത്തിരിക്കുക. തേനീച്ച എപ്പികൾച്ചറും സെറികൾച്ചർ പട്ടുനൂലുമാണ്. പിസികൾച്ചർ മത്സ്യത്തെ പറ്റിയുള്ള പഠനമാണ് പിസികൾച്ചർ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡ്സും ബേസിസും ആണ്. അതിൽ ലിറ്റ്മസ് ലൈക്കണിൻ്റെ സത്തിൽ നിന്നുമാണ് ലിറ്റ്മസ് ഉണ്ടാക്കുന്നത്. ലൈക്കണിൻ്റെ സത്ത് പുരട്ടിയാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. അതായത് ആസിഡ് ബേസിനെയൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ആ സൂചകങ്ങൾക്ക് ഉദാഹരണമാണ് ലിറ്റ്മസ്, ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച് തുടങ്ങിയവയൊക്കെ.
ലിറ്റ്മസ് നീല ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുണ്ടെങ്കിൽ അത് ആസിഡും റെഡ് ലിറ്റ്മസിനെ നീലയാക്കുന്നുണ്ടെങ്കിൽ ബേസുമാണ്. ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക. റെഡിനെ ബ്ലൂ ആക്കുന്നുണ്ടെങ്കിൽ അത് ബേസാണ്. ബേസ് ബ്ലൂ ആക്കുന്നത് ബേസ്. ബ്ലൂ ആവുന്നുണ്ടെങ്കിൽ അത് ബേസാണ്. ഇനി ഫിനോഫ്താലിൻ അതൊരു ബേസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സൂചകമാണ്, ബേസ് സൂചകമാണ്. മീഥൈൽ ഓറഞ്ച് ആസിഡ് സൂചകമാണെന്ന് ഓർത്തിരിക്കാം. ആസിഡാണ്, പുളി എന്ന് പറയുന്ന ആസിഡാണ്. കാരം വഴുവഴുപ്പുള്ളതൊക്കെയാണ് ബേസ്. ഇനി മോരിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്. കേട്ടിട്ടില്ലാത്തത് തക്കാളിയിൽ മാത്രമായിരിക്കും. ഓക്സാലിക് ആസിഡാണ് തക്കാളിയിൽ. ഇനി ചുണ്ണാമ്പ് എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതിൻ്റെ കെമിക്കൽ നെയിം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പാണ്. സോഡിയം ഹൈഡ്രോക്സൈഡോ കാസ്റ്റിക് സോഡയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ചുണ്ണാമ്പാണ്. ഇനി നമ്മുടെ ആമാശയത്തിലെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഉറുമ്പിൽ ഉള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ഇനി ആസിഡ് ലോഹത്തിൽ ആസിഡുമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രജൻ വാതകം പുറപ്പെടുവിക്കുന്നുണ്ട്. അത് ഹൈഡ്രജൻ വാതകം കത്തുന്ന വാതകം എന്നാണ് അറിയപ്പെടുക. ആസിഡ് ലോഹവും ചേർന്നുണ്ടാകുന്ന വാതകം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹൈഡ്രജൻ വാതകമാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഭാരം കുറഞ്ഞ വാതകമാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നതിന്, അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണല്ലോ ജലതന്മാത്ര ഉണ്ടാകുന്നത്. അങ്ങനെ ജലം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ വാതകം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജനാണ്. ഇനി ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ടാനിക് ആസിഡ്. തുകൽ, മഷി നിർമ്മാണം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡോ ബാറ്ററി, രാസവള നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡോ രാസവളം, പെയിന്റ്, ചായം എന്നിവയ്ക്കൊക്കെ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. തുകൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. രാസവളം, ബാറ്ററി നിർമ്മാണത്തിന് സൾഫ്യൂരിക് ആസിഡാണ്. പെയിന്റ്, ചായം, രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡാണ്. ഗ്ലാസ് പിന്നെ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാനും പേപ്പർ, റയോൺ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. റയോൺ, പേപ്പറും സോപ്പും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഫ്റ്റ് സോപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഉണ്ട്. രണ്ടും മരുന്നിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതാണ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. ഇനി നമ്മൾ പറഞ്ഞു ബേസ് ആയിട്ട് വരുന്ന സൂചകമാണ് ഫിനോഫ്താലിൻ എന്ന് പറഞ്ഞു. അതുപോലെ ആസിഡ് ആയിട്ട് വരുന്ന സൂചകമാണ് മീഥൈൽ ഓറഞ്ച് എന്നും പറഞ്ഞു. ആസിഡ് ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസും പതിമുഖത്തിൽ ഇട്ട കടലാസും ഒക്കെ ആസിഡിൻ്റെ സൂചകമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസിൻ്റെ സൂചകമാണ് മഞ്ഞളും. ഇനി അടുത്ത ചാപ്റ്ററിലെ പോയിന്റ്സ് നോക്കാം. വൈദ്യുതിയുടെ ലോകം എന്നാണ് അടുത്ത ചാപ്റ്റർ. പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. വൈദ്യുത സ്രോതസ്സുകൾ, പ്രധാനപ്പെട്ട വൈദ്യുത സ്രോതസ്സുകൾ വൈദ്യുത സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ല് എന്നിവയൊക്കെയാണ്. വൈദ്യുത സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ല്. ഈ വൈദ്യുത സെല്ലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ജനറേറ്ററും അങ്ങനെ തന്നെയാണ്, രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ബാറ്ററി എന്ന് പറയുന്നത് മോർ ദാൻ വൺ സെൽ, ഒരു സെല്ല് കൂടുതൽ ഉള്ളതിനെയാണ് ബാറ്ററി എന്ന് പറയാം. ഇനി LED മൊഡ്യൂൾ എന്താണ്? ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തിനെയാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. വൈദ്യുതി സർക്യൂട്ട് എന്താണ്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. സർക്യൂട്ട് എന്ന് പറയുന്നത് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണം, അതിനെയാണ് വൈദ്യുതി സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് സ്വിച്ച്? ആവശ്യമുള്ളപ്പോൾ ഒരു സർക്യൂട്ട് അടഞ്ഞതോ തുറക്കാനോ, അടയ്ക്കാനോ തുറക്കുന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. അപ്പം ഒരു സർക്യൂട്ട് അടയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓണാണ്, അതിലൂടെ വൈദ്യുതി പാസ് ചെയ്യും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ സർക്യൂട്ട് അടയുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിലൂടെ വൈദ്യുതി പാസ് ചെയ്യും. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ
ആ സർക്യൂട്ട് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ വൈദ്യുതി കടന്നു പോകത്തില്ല. ഇനി വൈദ്യുതി കടത്തി വിടുന്ന ചില സാധനങ്ങളാണ് സേഫ്റ്റി പിന്ന്, നനഞ്ഞ കടലാസ്, കരിക്കട്ട വൈദ്യുതി കടത്തി വിടും. പിന്നെ സ്റ്റീൽ സ്കെയില്, പെൻസിൽ, ഗ്രാഫൈറ്റ്, ലോഹവള, ചെമ്പ് കത്തി, ജലവും വൈദ്യുതി കടത്തി വിടുമെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് അവയെ ചാലകങ്ങൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മഗ്നീഷ്യം, ടിന്ന് ഇവയൊക്കെ കടത്തിവിടും. അതിനെയാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തി വിടുന്നവയെയാണ് ചാലകങ്ങൾ എന്ന് പറയുക. കടത്തി വിടാത്തവയെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ ആണ്. വൈദ്യുതി കടത്തി വിടുമോ? ഇല്ല, ഉരുകിപ്പോല്ലേ. വൈദ്യുതി കടത്തി വിടാത്തതാണ് പ്ലാസ്റ്റിക്. തുണി, കടലാസ്, ഉണങ്ങിയ മരക്കഷ്ണം. പക്ഷെ കരിക്കട്ട വൈദ്യുതി കടത്തിവിടുന്ന ചാലകമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രിക് ലൈനിൽ പ്രധാനമായിട്ടും അലൂമിനിയം കമ്പിയാണ് ഉപയോഗിക്കുക. അലൂമിനിയം ഉപയോഗിക്കാം, ഇരുമ്പ്, സ്വർണ്ണം, ചെമ്പ്, സ്റ്റീൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വില കുറഞ്ഞതും അതിനെ നീളം ആക്കാൻ ഉപയോഗിക്കുന്നതും എളുപ്പവും ഉള്ളതായതുകൊണ്ട് അലൂമിനിയമാണ് ഉപയോഗിക്കാറ്. ഇനി ചെമ്പിന് ഉപയോഗിക്കാം, പക്ഷെ വില കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണ്, ഭാരം കൂടുതലാണ്, വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരും, ഈർപ്പം കോണ്ടാക്റ്റ് വരുമ്പോൾ നശിച്ചു പോകും. അതുകൊണ്ടൊക്കെയാണ് ചെമ്പ് ഇലക്ട്രിക് ലൈനിൽ ഉപയോഗിക്കാത്തത്. ഇനി വയറ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ് കത്രികയല്ല, കട്ടിംഗ് പ്ലെയറാണ്. സ്ട്രിപ്പർ എന്ന് പറയുന്നത് ഇൻസുലേഷൻ കളയാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് പ്ലെയർ പോലത്തെ ഒരു സാധനമാണ് സ്ട്രിപ്പർ. ഇനി എമർജൻസി ലാമ്പിൻ്റെ പ്രവർത്തനം എന്താണ്? എമർജൻസി ലാമ്പിലെ ബാറ്ററിയിലെ രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി ആ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കറണ്ട് പോകുമ്പോൾ ലൈറ്റ് കത്തുന്നത്. CFLൻ്റെ ഫുൾ എന്താണ്? കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. എന്താണ് CFL? കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED. CFL കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഇത്രയുമാണ് മൂന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാന പോയിന്റ്സ്. ഇനി നാലാമത്തെ ചാപ്റ്റർ നോക്കാം. പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്നതാണ് നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. സുതാര്യ വസ്തു എന്ന് പറയുന്നത് പ്രകാശം നന്നായി കടത്തിവിടുന്നതും, അർദ്ധധാര്യ വസ്തു എന്ന് പറയുന്നത് ഭാഗികമായി പ്രകാശം കടത്തിവിടുന്നു, അധാര്യ വസ്തു എന്ന് പറയുന്നത് പ്രകാശം കടത്തിവിടാത്തതുമായിട്ടുള്ള വസ്തുക്കളാണ്. ഉരച്ച ഗ്ലാസ് ഷീറ്റ്, തുണി, പോളിത്തീൻ കവർ, ചില്ല് ഗ്ലാസ്സിൽ വെള്ളം, ഇതെല്ലാം സുതാര്യമാണ്. പ്രകാശത്തെ കടത്തിവിടും. തുണി കടത്തിവിടും, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, പോളിത്തീൻ കവർ എല്ലാം കടത്തിവിടും. എന്നാൽ അധാര്യമായിട്ടുള്ളതാണ് ബ്ലാക്ക് ചാർട്ട് പേപ്പർ, കണ്ണാടി അധാര്യമാണ്, മാർബിൾ അധാര്യമാണ്. തുണി സുതാര്യമാണ്, ഉരച്ച ഗ്ലാസ് ഷീറ്റ് സുതാര്യമാണ്, പോളിത്തീൻ കവർ സുതാര്യമാണ്, ചില്ല് ഗ്ലാസ്സിൽ വെള്ളം സുതാര്യമാണ്. ഇനി സുതാര്യമായ ഗ്ലാസ് ഷീറ്റ് ഉണ്ടല്ലോ, അതിനെ അർദ്ധധാര്യമാക്കാൻ, അതായത് ഭാഗികമായിട്ട് പ്രകാശം കടത്തി വിടണമെങ്കിൽ ഒരു സൈഡിൽ പെയിൻറ് അല്ലെങ്കിൽ ലോഹം പൂശുക, അല്ലെങ്കിൽ കരി പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഫ്രോസ്റ്റഡ് സ്പ്രേ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് അർദ്ധധാര്യമാക്കുകയാണ്. ഇനി ബുക്കിൽ ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന നോവൽ എഴുതിയത് H.G. വെൽസ് ആണ്. ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന നോവൽ എഴുതിയത് H.G. വെൽസ് ആണ്. ഇനി പ്രകാശ പ്രതിപതനം, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശ പ്രതിപതനം എന്ന് പറയുന്നത്. മിനുസമുള്ള വസ്തുക്കൾ നന്നായി റിഫ്ലക്റ്റ് ചെയ്യും, പ്രകാശ പ്രതിപതനം ചെയ്യും. പരുവരുത്ത പ്രതലമാണെങ്കിൽ പ്രകാശം നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. മിനുസമുള്ള വസ്തുക്കളാണെങ്കിൽ പ്രകാശം നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഈ പ്രകാശം പ്രതിപതനം ചെയ്യുന്നതിനനുസരിച്ച്, റിഫ്ലക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ക്രമപ്രതിപതനം എന്നും വിസരിത പ്രതിപതനം എന്നും രണ്ടായിട്ട് തിരിക്കാം. പ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനുസ പ്രതലത്തിൽ പ്രകാശം തട്ടുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ദർപ്പണമാണ് ഉദാഹരണം. വിസരിത പ്രതിപതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിയാണ് തെറിക്കുന്നത്. പ്രകാശം തിരിച്ചു വരുന്നുണ്ട്, പക്ഷെ പല ദിശകളിലേക്കുമാണ്. നമ്മൾ മിനുസമുള്ള പ്രതലത്തിലേക്ക് ഒരു ആംഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഒരു സ്പെസിഫിക് ആംഗിളിലാണ് മാത്രമാണ് തിരിച്ച് പ്രതിപദിക്കുകയുള്ളൂ. ഓക്കെ. പക്ഷെ വിസരിത പ്രതിപതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെയാണ് പതിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? പതന ബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം. പതന ബിന്ദുവിലാണ് വരയ്ക്കുക എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പതന കോണും പ്രതിപതന കോണുമുണ്ട്. പതിക്കുന്നിടത്ത് വരുന്നത് ലംബവുമായി വരുന്നതാണ് പതന കോൺ.
പ്രതിപതന കോൺ എന്ന് പറയുന്നത് പ്രതിപതന രശ്മിയും ലംബവും തമ്മിലുള്ള കോണാണ്. ഇനി പതന കോണും പ്രതിപതന കോണും ഈക്വൽ ആകണം. ഒരു പ്രതിപതന നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പതന കോണും പ്രതിപതന കോണും ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ പതന രശ്മി, പ്രതിപതന രശ്മി, ലംബം ഇവ ഒരേ തലത്തിലായിരിക്കണം. ഓക്കെ, അതായത് സൂര്യനിൽ നിന്നും പ്രകാശം മുഖത്തടിക്കുന്നു, മുഖത്തെ പ്രതിപതിപ്പിച്ച് പ്രകാശം കണ്ണാടിയിൽ അടിക്കുന്നു, കണ്ണാടിയിൽ നിന്നും പ്രതിപതിപ്പിക്കുന്ന പ്രകാശം കണ്ണിലടിക്കുന്നു. അങ്ങനെ പ്രതിപതനത്തിൻ്റെ ഒരു ഇതാണ് സൂര്യനിൽ നിന്ന് മുഖത്തിലേക്ക് പ്രകാശം അടിക്കുമ്പോൾ മുഖത്തുനിന്ന് പ്രകാശം പ്രതിപതിച്ച് കണ്ണാടിയിലും കണ്ണാടിയിൽ നിന്ന് പ്രതിപതിച്ച് കണ്ണിലേക്ക് എത്തുന്നു സമതല ദർപ്പണത്തിൽ. ഇനി എന്താണ് പാർശ്വിക വിപര്യം എന്ന് വെച്ചാൽ? പാർശ്വിക വിപര്യം സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വസ്തുവിൻ്റെ വലതുവശം പ്രതിബിംബത്തിൻ്റെ ഇടതുവശം പ്രതിബിംബത്തിൻ്റെ വലതുവശവുമായിട്ട് തിരിഞ്ഞാണ് കാണുക. അതിനെ നമ്മൾ മിററിൽ നോക്കുമ്പോൾ തിരിഞ്ഞല്ലേ കാണുക. അതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ആംബുലൻസിലൊക്കെ തിരിച്ചാണ് ആംബുലൻസ് എന്ന് എഴുതി വെക്കുക അതിനകത്ത്. പാർശ്വിക വിപര്യം. ഇനി സമതല ദർപ്പണത്തിലെ പ്രതിബിംബം, അതിൻ്റെ പ്രത്യേകത എന്താണ്? സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാർശ്വിക വിപര്യമാണ്. അതായത് സമതല ദർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മിററല്ലേ, നമ്മൾ നോക്കുമ്പോൾ പാർശ്വിക വിപര്യമുണ്ട്. വലതുവശം ഇടതുവശം വലതുവശവുമായിട്ടാണ് വരിക. അതുപോലെ തന്നെ ദർപ്പണം വസ്തു ദൂരം, ഓക്കെ, വസ്തുവിൻ്റെ ദൂരവും ദർപ്പണത്തിൽ നിന്ന് ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള ദൂരമൊക്കെ ഈക്വൽ ആയിരിക്കും. ഇനി വലിപ്പം തുല്യമായിരിക്കും. ഇനി എന്താണ് ആവർത്തന പ്രതിപതനം? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയും. അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണത്തിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ കഴിയുന്ന ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ കുറേ ദർപ്പണങ്ങൾ, കുറേ കണ്ണാടികൾ വെക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും റിഫ്ലക്ഷൻ അടിച്ചടിച്ചടിച്ച് കുറേ മെഴുകുതിരി വെച്ചതായിട്ട് തോന്നും ഒരു മെഴുകുതിരി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി കോണളവ് കൂടുമ്പോൾ ദർപ്പണങ്ങളിലെ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിന് എന്ത് സംഭവിക്കും എന്ന് അതാണ് ആ എക്സ്പെരിമെൻറ്റിലൂടെ ചോദിക്കുന്നത്. കോണളവ് കൂടുകയാണെങ്കിൽ ദർപ്പണങ്ങളിലെ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുക. കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയും. അത് കണ്ടുപിടിക്കാൻ കോണളവ് x ആണ് എങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 360/x-1 ആയിരിക്കും. 360/x-1 ആയിരിക്കും പ്രതിബിംബങ്ങളുടെ എണ്ണം. ഈ ഫോർമുല ഓർത്തിരിക്കണം. 30 ഡിഗ്രി ആണ് കോണളവ് എങ്കിൽ 11 എണ്ണം പ്രതിബിംബങ്ങൾ വരും. 60 ഡിഗ്രി ആണെങ്കിൽ 5 വരുള്ളൂ. 90 ആണെങ്കിൽ 90 ഡിഗ്രി കോണളവാണ് എങ്കിൽ 3 എണ്ണേ വരുള്ളൂ. ദർപ്പണങ്ങളുടെ കോണളവ് 120 ഡിഗ്രി ആണ് എങ്കിൽ 2 എണ്ണമാണ് പ്രതിബിംബം വരും. ഇത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അഥവാ ആവർത്തന പ്രതിബിംബങ്ങൾ ആയി വെച്ചിരിക്കുന്ന രണ്ട് കണ്ണാടികളുടെ കോണളവിൽ വ്യത്യാസം വരുമ്പോഴുള്ള പ്രതിബിംബങ്ങളുടെ എണ്ണമാണ്. അങ്ങനെ എണ്ണം കാണാൻ പറയുകയാണെങ്കിൽ 360/x-1. x എന്ന് പറയുന്നത് കോണളവാണെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ആവർത്തന പ്രതിപതനം പറഞ്ഞു. ഈ ആവർത്തന പ്രതിപതനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കാലഡോസ്കോപ്പ്. കാലഡോസ്കോപ്പിൽ 3 സമതല ദർപ്പണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ആകൃതിയിലാണ് കാലഡോസ്കോപ്പ് ഇരിക്കുക. രണ്ടാമത് പെരിസ്കോപ്പ്. ആഴക്കടലിൽ, മുങ്ങിക്കപ്പലിൽ, യുദ്ധമുഖത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് പെരിസ്കോപ്പ്. താഴേക്കൂടെ നോക്കിയാൽ ഉപരിതലം കാണുമെന്നതാണ് പെരിസ്കോപ്പിൻ്റെ പ്രത്യേകത. ഇനി എക്സസൈസ് പാർട്ടിൽ കുറച്ച് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രതിപതനം എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പ്രതിപദിക്കുന്നത്. വിസരിത പ്രതിപതനം എന്ന് പറയുന്നത് മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പ്രതിപദിക്കുന്നതുമാണ് പറഞ്ഞത്. ഓളമില്ലാത്ത വെള്ളത്തിൽ പ്രതിബിംബം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രമപ്രതിപതനമായിരിക്കും മിനുസമുള്ള പ്രതലമായതുകൊണ്ട്. എന്നാൽ
ഓളമുള്ള വെള്ളത്തിലുള്ള പ്രതിപതനം എന്താണ്? വിസരിത പ്രതിപതനമാണ്. അതായത് മിനുസമല്ലാത്ത പ്രതലമായതുകൊണ്ട് പല ദിശകളിലേക്കും ചിതറുന്നു, പ്രകാശം റിഫ്ലക്ഷൻ ഉണ്ടാവുന്നു. ഇത്രയാണ് ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന പോയിന്റ്സ്. ഇനി 5ാമത്തെ ചാപ്റ്ററിലെ പോയിന്റ്സ് നോക്കാം. മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറഞ്ഞ് 5ഉം 6ഉം ചാപ്റ്റർ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവ വ്യവസ്ഥയെ പറ്റിയാണ് പഠിക്കാനുള്ളത്. മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, സസ്യാഹാരി എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് പശു, ആന, മുയൽ, മാൻ, ജിറാഫ് ഒക്കെ സസ്യാഹാരികളാണ്. മാംസാഹാരികളാണ് കഴുകൻ, സ്രാവ്, ചെന്നായൊക്കെ. മിശ്രാഹാരികളാണ് കരടി, പന്നി, കാക്ക, നായ, മനുഷ്യൻ, മയില്, കുരങ്ങനൊക്കെ. പോഷണം എന്ന് പറയുന്ന 5 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ജീവികൾ ആഹാരം സ്വീകരിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു, അതാണ് പോഷണം. അതിന് 5 ഘട്ടങ്ങളുണ്ട്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം അഥവാ അസിമിലേഷൻ, വിസർജനം അഥവാ ഇജക്ഷൻ എന്നോട് പറയാം. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം, ഇതാണ് ആ ഓർഡറിലെ ഘട്ടങ്ങൾ പോഷണം. ഇനി ദഹനത്തിന്റെ തുടക്കം വായിൽ നിന്ന് തന്നെയാണ്. പാൽപ്പല്ലുകൾ ആകെ 20 എണ്ണം ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുക. പാൽപ്പല്ലുകൾ 20 എണ്ണം ഉണ്ടാകും. ഇനി ഉളിപ്പല്ലുകൾ മുൻവശത്തുള്ള 4+4, താഴെയുള്ള 4ഉം മുകളിലുള്ള 4 പല്ലുകളുമാണ് ഉളിപ്പല്ലുകൾ. കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉളിപ്പല്ലുകൾ. കോമ്പല്ല് 2, താഴെ 2 മുകളിൽ 2 ആണ്. കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് കോമ്പല്ല്. അഗ്രചർവണകം എന്ന് പറയുന്നത് 4+4 ആണ്. താഴെ 2 സൈഡിലും 4, മുകളിൽ 2 സൈഡിലും കൂടെ 4. ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അണപ്പല്ലുകളാണ്. ചർവണകവും അടുത്തത് 6+6 ആണ്. ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന അണപ്പല്ലുകളാണ്. അപ്പം ഉളിപ്പല്ലും 4+4 ആണ്. ഫ്രണ്ടിലുള്ള മുമ്പിലത്തെ മുകളിലത്തെ 4, താഴത്തെ 4 ആണ്. കോമ്പല്ലുകൾ 2, 2. അഗ്രചർവണകം 4, 4. ചർവണകം 6, 6. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഇനി പല്ല് ദ്രവിപ്പിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഇനാമലിന്റെ മുകളിലേക്ക് ലാക്റ്റിക് ആസിഡ് കുറെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ പല്ല് ദ്രവിപ്പിക്കുന്നത്. ലാക്റ്റിക് ആസിഡ് എവിടെയൊക്കെയാണ് വരുന്നത്? പാല്, തൈരിലൊക്കെ കാണുന്നതാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ പാല്, തൈരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ ഇനാമൽ പല്ല് ദ്രവിക്കാൻ കാരണമാകും. ഇനി അന്നനാളം പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മൂവ്മെന്റ് അറിയപ്പെടുന്നതാണ് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്, അന്നനാളത്തിന്റെ മൂവ്മെന്റ്. ആമാശയത്തിൽ ദഹനം ഭാഗികമായിട്ടാണ് നടക്കുന്നുള്ളൂ. 4-5 മണിക്കൂർ ഭക്ഷണം അതിൻ്റെ അകത്ത് കിടക്കും. അതിൻ്റെ അകത്ത് ആമാശയത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത്. ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ദഹനം ഭാഗികമായിട്ട് മാത്രമേ ആമാശയത്തിൽ നടക്കുള്ളൂ. ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്, ഓർത്തിരിക്കുക. അവിടെ വെച്ച് ആഗിരണവും നടക്കുന്നു. അവിടെ വില്ലസുകൾ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിരലുകൾ പോലിരിക്കുന്ന വിരലുകളുടെ ആകൃതിയിലുള്ള അവയവ ഭാഗമുണ്ട്. അതാണ് ആഹാരത്തെ അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് കൊടുക്കുന്നത്. ഇതാണ് 3ാമത്തെ ഘട്ടമായി ആഗിരണം നടക്കുന്നത് എവിടെയാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണെന്ന് ഓർത്തിരിക്കുക. ഇനി പോഷകം രക്തത്തിൽ നിന്ന് ശരീരത്തിന്റെ ഭാഗമായി മാറുന്നതാണ് 4ാം ഘട്ടം. അതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. പോഷണത്തിന്റെ 4ാമത്തെ ഘട്ടമാണ് സ്വാംശീകരണം. അത് പോഷകം രക്തത്തിൽ നിന്ന് ശരീരഭാഗത്തേക്ക് മാറുന്നതാണ്. ഇനി വൻകുടലിൽ വെച്ച് ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നു. ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന വൻകുടലിൽ വെച്ചാണ്. എന്നാൽ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം നടക്കുന്നതും വില്ലസുകൾ ആഹാരം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണെന്ന് ഓർത്തിരിക്കുക. വൻകുടലിൽ വെച്ച് ജലവും ലവണവും മാത്രമാണ് ആഗിരണം ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ ഘട്ടമായ ഇജക്ഷൻ. അങ്ങനെ 5 ഘട്ടമാണ് ഉള്ളത്. ഇനി അമീബ ആഹാര സ്വീകരണം, സഞ്ചാരം എല്ലാം കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. കപടപാദങ്ങൾ എന്നാണ് അറിയപ്പെടുക. അമീബയുടെ ആഹാരം സ്വീകരിക്കുന്ന ആ ഭാഗവും സഞ്ചരിക്കുന്നതൊക്കെ കപടപാദങ്ങൾ വെച്ചിട്ടാണ്. ഇനി
അടുത്തത് എന്താണ് ഔരസാശയം നോക്കാം. തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും. മനുഷ്യൻ്റെ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്ന അറയാണ് ഔരസാശയം. ശ്വാസകോശം സ്ഥിതി ചെയ്യുന്ന അറയാണ്. ഇതിൻ്റെ താഴെയായിട്ടാണ് ഉദരാശയം അഥവാ അബ്ഡോമിനൽ ക്യാവിറ്റി കാണുന്നത്. ഇവ രണ്ടും കൂടെ കൂടിയതാണ്. ഇവ രണ്ടിനെയും കൂടെ വേർതിരിക്കുന്ന ഭിത്തിക്ക് പറയുന്ന പേരാണ് ഡയഫ്രം എന്ന് പറയുന്നത്. തൊറാസിക് ക്യാവിറ്റി അഥവാ ഔരസാശയം മനുഷ്യൻ്റെ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്ന അറയും, ഉദരാശയം അഥവാ അബ്ഡോമിനൽ ക്യാവിറ്റി വയറുമാണ്. ഇതിനെ രണ്ടിനും വേർതിരിക്കുന്നതാണ് ഡയഫ്രം. ഔരസാശയവും ഉദരാശയവും ഡയഫ്രം. ഈ ഡയഫ്രത്തിൻ്റെ ആകൃതി കമാന ആകൃതിയിലാണ്. ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം അകത്തേക്ക്, അന്നേരം ഡയഫ്രം ചുരുങ്ങുകയും മാറലിൻ്റെ കൂട് ഉയരുകയും ചെയ്യുന്നു. ഔരസാശയവും ശ്വാസകോശവും വികസിക്കുന്നു. നാസാദ്വാരം എന്ന് പറയുന്നത് നോസ്ട്രിലാണ്. ശ്വാസനാളം, നോസ്ട്രിലിൽ കൂടെ ശ്വാസം കയറി ശ്വാസനാളം അഥവാ ട്രക്കിയയിലെത്തി, പിന്നെ ശ്വസനി വഴി, ശ്വസനി എന്ന് പറയുന്നത് ബ്രോങ്കസ് ആണ്, ശ്വസനി വഴി ശ്വസനികയിലെത്തി, ശ്വസനിക എന്ന് പറയുന്നത് ബ്രോങ്കിയോളിയാണ്, പിന്നീട് വായു അറ അഥവാ ആൽവിയോളസിലെത്തുന്നു. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ജലബാഷ്പം, ഇത് 4 അളവ് അവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഓക്സിജൻ ഉച്ഛ്വാസവായു, ഉച്ഛ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പോകുന്ന വായുവിൽ ഓക്സിജൻ കൂടുതലായിരിക്കും, 21 നിശ്വാസവായുവിൽ 15. കാർബൺ ഡയോക്സൈഡ് ഉച്ഛ്വാസവായുവിൽ കുറവാണ്, 0.04 ആണ്, നിശ്വാസവായുവിൽ 4. നൈട്രജൻ 78 ഒരുപോലെയാണ്. ജലബാഷ്പവും ഉച്ഛ്വാസവായുവിൽ എടുക്കുന്ന വായുവിൽ കുറവാണ്, 0.96 ഉള്ളൂ, 1 അടുത്തേ ഉള്ളൂ. നിശ്വാസവായുവിൽ 3 ജലബാഷ്പം ഉണ്ട്. ഇനി പാരമീസിയം കോശസ്തരം വഴിയാണ് ശ്വസിക്കുന്നത്. പാരമീസിയം കോശസ്തരം വഴിയാണ് ശ്വസിക്കുന്നത്. മണ്ണിര ത്വക്ക് വഴിയാണ് ശ്വസിക്കുന്നത്. മത്സ്യം ശകലങ്ങൾ വഴിയും തവള ശ്വാസകോശം ത്വക്ക് വഴിയും ശ്വസിക്കുന്നു. ചിലന്തി ബുക്ക് ലെങ്സ് വഴിയാണ് ശ്വസിക്കുന്നത്. ബുക്ക് ലെങ്സ് എന്നാണ് ചിലന്തിയുടെ ശ്വസന അവയവം അറിയപ്പെടുന്നത്, ബുക്ക് ലെങ്സ് എന്നാണ്. സസ്യങ്ങളിൽ ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ വഴിയാണ് ശ്വസിക്കുന്നത്. ഇത്രയാണ് 5ാമത്തെ ചാപ്റ്ററിൽ ഉള്ള നോട്ട്സ്. അടുത്ത ചാപ്റ്റർ താപം നിത്യജീവിതത്തിൽ നിന്നുള്ളതാണ്. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം. താപപ്രേഷണം എന്ന് പറയുന്നത് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. താപനഷ്ടം എന്ന് പറയുന്നത് സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ ചുറ്റുപാടിലേക്കും ചൂട് പരക്കാറുണ്ട്, അതിന് താപനഷ്ടത്തിന് ഉദാഹരണമാണ്. ഇനി താപം കൈമാറി പ്രേഷണം ചെയ്യുന്ന രീതി. ഈ ഖരവസ്തുക്കളിലാണ് ചാലനം നടക്കുന്നത്. ചാലനം എന്ന് പറയുന്നത് താപം കൈമാറി പ്രേഷണം ചെയ്യുന്ന രീതിയാണ്. ഒന്നിൽ നിന്ന് ഒരു ഖരവസ്തുവിൽ നിന്ന് മറ്റൊരു ഖരവസ്തുവിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ചാലകം. സുചാലകമുണ്ട്, കുചാലകമുണ്ട്. സുചാലകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലനം വഴി താപം കടത്തിവിടുന്ന വസ്തുക്കളാണ്. അലൂമിനിയം, ചെമ്പ്, അയണൊക്കെ സുചാലകങ്ങളാണ്, ചാലനം വഴി താപം കടത്തിവിടുന്നു. കുചാലകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലനം വഴി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളാണ്. പ്ലാസ്റ്റിക്, റബ്ബർ, മരം, പേപ്പർ ഇതൊക്കെയാണ് കുചാലകം. ഇനി സംവഹനം അഥവാ കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. വാതകങ്ങളും ദ്രാവകങ്ങളും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടത്തുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും താപ കൈമാറ്റം അഥവാ താപപ്രേഷണം നടക്കുന്നത് എങ്ങനെയാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് നടക്കുന്നത്. അതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. തന്മാത്രകൾ മാധ്യമങ്ങളായാണ് ചാലനം സംവഹനത്തിലൊക്കെ ഉള്ളത്. തന്മാത്രങ്ങളാണ് മാധ്യമങ്ങളായിട്ടുള്ളത്. ഈ മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയെയാണ് വികിരണം എന്ന് പറയുന്നത്. വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ. ഈ സംവഹനത്തിൽ മാധ്യമമായിട്ട് വരുന്നത് എന്താണ്? തന്മാത്രകളാണ് മാധ്യമമായിട്ട് വരുന്നത്. ഇവിടെ തന്മാത്രകൾ താപം കൈമാറ്റം ചെയ്യുന്നില്ല. താപം ഭൂമിയിലേക്ക് എത്തുന്നു. എക്സാമ്പിൾ, സൂര്യതാപം ഭൂമിയിലേക്ക് എത്തുന്നത് റേഡിയേഷൻ അഥവാ വികിരണം വഴിയാണ്. ഇനി വെളുത്ത പ്രതലങ്ങൾ കൂടുതൽ പ്രതിപതനം നടത്താറുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇനി ചൂടാറപ്പെട്ടിയിൽ നടക്കുന്നത്, ചൂടാറപ്പെട്ടി അടയ്ക്കുമ്പോൾ സംവഹനം നടക്കില്ല. സംവഹനം എന്ന് പറയുന്നത് തന്മാത്രകൾ താപം പുറത്തുവിടില്ല. കാരണം എന്താണ്?
തെർമോകോൾ കുചാലകമാണ്, അവിടെ ചാലനം നടക്കില്ല. അതുകൊണ്ട് തെർമോകോളിന്റെ അടപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ അവിടെ താപം പുറത്തു പോകുന്നില്ല. താപീയ വികാസം എന്ന് പറയുന്നത് താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നതിനെയാണ് താപീയ വികാസം എന്ന് പറയുന്നത്. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, വാതകങ്ങൾ ചൂടാക്കുമ്പോഴും വികസിക്കുന്നു. താപീയ വികാസം എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ അതിന്റെ താപം മൂലം വികസിക്കുന്നതാണ്. കടൽ കാറ്റ് പകലാണ് ഉണ്ടാകുക എന്ന് ഓർത്തിരിക്കുക. ഇത്രയാണ് 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 7ാമത്തെ ചാപ്റ്ററിൽ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിയാണ്, ആ ചാപ്റ്ററിന്റെ ബാക്കിയാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് രക്തം, വിസർജനം, നാഡി എന്നിവയെ പറ്റിയാണ്. രക്തപരിഹര വ്യവസ്ഥ, രക്തവും രക്തക്കുഴലും ഹൃദയവും കൂടിയതിനെയാണ് രക്തപരിഹര വ്യവസ്ഥ എന്ന് പറയുന്നത്. രക്തവും രക്തക്കുഴലും ഹൃദയവും കൂടിയതാണ്. ഹീമോഗ്ലോബിനിൽ ഇരുമ്പും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ഹീമോഗ്ലോബിൻ ഇരുമ്പും പ്രോട്ടീനും കൂടെ ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില, പാലച്ചീര, ബീൻസ്, ബ്രൊക്കോളി, മത്തങ്ങ വിത്തുകൾ. ഇതൊക്കെയാണ് ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില, പാലച്ചീര, ബീൻസ്, ബ്രൊക്കോളി, മത്തങ്ങ വിത്തുകൾ. ഇനി രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 പ്ലാസ്മ, 2 പ്ലേറ്റ്ലെറ്റ്, 3 WBC, 4 RBC. ഇതൊക്കെയാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഒക്കെയാണ് പറഞ്ഞത്. പ്ലാസ്മ എന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറത്തിലുള്ള ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മയുടെ ധർമ്മം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുക എന്നതാണ് പ്ലാസ്മയുടെ ധർമ്മം. ഇളം മഞ്ഞ നിറമാണ്, ദ്രാവക ഭാഗമാണ്. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്. WBC എന്ന് പറയുന്നത് WBCക്ക് ആകൃതിയില്ല, എന്നാൽ മർമ്മമുണ്ട്. രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് WBCന്റെ പ്രധാന ധർമ്മം. RBC എന്ന് പറയുന്നത് ഡിസ്കിന്റെ ആകൃതിയിലാണ്. RBCക്ക് മർമ്മമില്ല, ഓർത്തിരിക്കുക. WBCക്ക് മർമ്മമുണ്ട്, ആകൃതിയില്ല. RBCക്ക് ഡിസ്കിന്റെ ആകൃതിയാണ്, എന്നാൽ മർമ്മമില്ല. ആകൃതി ഉണ്ടെങ്കിൽ മർമ്മമില്ല എന്ന് ഓർത്തിരുന്നാൽ മതി. RBC എന്ന് പറയുന്നത് നമ്മുടെ പഴയ ആൽഫലിബിന്റെ ആകൃതിയാണ്, ഡിസ്കിന്റെ ആകൃതിയാണ്, മർമ്മമില്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും വാഹകരായിട്ടാണ് RBC ഉള്ളത്. അപ്പോൾ രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, WBC, RBC. ഇനി രക്തക്കുഴലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിര എന്ന് പറയുന്ന വെയിനും, ധമനി എന്ന് പറയുന്ന ആർട്ടറിയും, ലോമികകൾ എന്ന് പറയുന്ന കാപ്പിലറീസും ഉണ്ട്. സിര, ധമനി, ലോമികകൾ, വെയിൻ, ആർട്ടറി, കാപ്പിലറീസ്. സിര എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്കും പിന്നീട് അത് ഹാർട്ടിലേക്കും എത്തിക്കുന്നതാണ് സിര അഥവാ വെയിൻ. ഹാർട്ടിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകുന്നതാണ്. ധമനി എന്ന് പറയുന്നത് ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ബോഡിയിലേക്ക് എത്തിക്കുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തിക്കുന്നതാണ് വെയിൻ എന്ന് പറയുന്നത്. ധമനി എന്ന് പറയുന്നത് ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ബോഡിയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതാണ് ധമനി അഥവാ ആർട്ടറി. ഇനി കാപ്പിലറീസ് എന്താണ് അഥവാ ലോമികകൾ എന്താണ്? സിരയും ധമനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലോമികകൾ. ഔരസാശയവും ശ്വാസകോശവും അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് ഹൃദയം കാണുന്നതെന്നും ഓർത്തിരിക്കുക. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി ഹൃദയസ്പന്ദന നിരക്ക് അഥവാ പൾസ് നിരക്കും ഈക്വൽ ആണ്. അത് ധമനിയിൽ തരംഗചലനം ആണ് ഈ ഹൃദയസ്പന്ദനത്തിന് ആ ഇടിപ്പ് നമ്മൾ കേൾക്കുന്നത്. 72 പ്രാവശ്യമാണ് ഒരു മിനിറ്റിൽ ധമനി ഹൃദയസ്പന്ദന നിരക്ക് ഉണ്ടാവാറ്. ഇനി മനുഷ്യ ഹൃദയത്തിൽ 4 അറകളുണ്ടെന്ന് പറഞ്ഞു. മണ്ണിരയിൽ 5 ജോഡി ഹൃദയങ്ങളാണ് ഉള്ളത് കേട്ടോ. മണ്ണിരയിൽ 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് ഉള്ളത്. മണ്ണിരയിൽ 5 ജോഡി ഹൃദയങ്ങളുണ്ട്. പാറ്റയിൽ 13 ഹൃദയത്തിന് അറകളുണ്ട്. 13 അറകളുണ്ട് ഹൃദയത്തിന്. മീനിൽ 2 അറകളാണ്. തവളയിൽ 3 അറകൾ. കോഴിയിൽ 4 അറകൾ. മനുഷ്യൻ്റെതുപോലെ കോഴിയിൽ 4 അറകളാണ്. തവളയ്ക്ക് 1 കുറവാണ്, 3 അറകൾ.
മീനിന് 2 അറകളേ ഉള്ളൂ. എന്നാൽ പാറ്റകൾക്ക് 13 അറകളുണ്ട്. മണ്ണിരയിൽ 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്, ലെനെ അല്ല, റെനെ ലെനക്ക്. ഹൃദയം മാറ്റിവെക്കൽ 1967 ആദ്യമായിട്ട് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡാണ് നടത്തിയത്. 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡ്. മനുഷ്യ ശരീരത്തിൽ ആവറേജ് 5.5 ലിറ്റർ എങ്കിലും ബ്ലഡ് ഉണ്ടാവും. ഹൃദയ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 29 രക്തദാനം 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് രക്തദാനം ചെയ്യാൻ പറ്റുള്ളൂ. ഹൃദയ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 29. ഇനി വിസർജന വ്യവസ്ഥയെ പറ്റി പഠിക്കുകയാണെങ്കിൽ യൂറിയ, അധിക ജലം, ലവണം എന്നിവയാണ് പുറത്തേക്ക് പോകുന്നത്. എന്തൊക്കെയാണ്? യൂറിയയും അധികമുള്ള ജലവും ലവണങ്ങളും പുറന്തള്ളുന്നു. വൃക്ക രക്തത്തെ വൃക്കധമനി വഴി രക്തം വൃക്കയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് വൃക്കസിര വഴി യൂറിയ, ഗ്ലൂക്കോസ്, ലവണം, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എല്ലാം കൂടെ വേർതിരിക്കുന്നു. വൃക്കസിരയാണ് യൂറിയ, ഗ്ലൂക്കോസ്, ലവണം, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അരിച്ച് 1.5 ലിറ്റർ മൂത്രമാണ് ഒരു ദിവസം ആവറേജ് ആയിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത്. അടുത്തത് വിസർജന അവയവം തന്നെയാണ് ത്വക്ക്. ത്വക്ക് സ്വേദഗ്രന്ഥി ആണ്. ത്വക്കിലെ ഗ്രന്ഥി വിയർപ്പിലൂടെ ജലം, ലവണം എന്നിവ പുറത്തു പോകുന്നു സ്വേദഗ്രന്ഥി വഴി ത്വക്കിലൂടെ. അപ്പോൾ വിസർജന അവയവം വൃക്ക പറഞ്ഞു, ത്വക്ക് പറഞ്ഞു. ശ്വാസകോശവും കരളും ഒക്കെ വിസർജന അവയവങ്ങൾക്ക് ഉദാഹരണമാണ്. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്നു. കരൾ എങ്ങനെയാണ്? ഹാനികരമായ വസ്തുക്കളെ നശിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ പിത്തരസം പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് പോഷകങ്ങളിൽ നിന്ന് അമോണിയ എടുത്തിട്ട് അമോണിയ കരളിൽ വെച്ച് യൂറിയയാക്കി കൺവേർട്ട് ചെയ്യുന്നു. പോഷകങ്ങളിൽ നിന്ന് അമോണിയ എടുത്ത് അമോണിയ യൂറിയയാക്കി കൺവേർട്ട് ചെയ്ത് കരളാണ് കളയുന്നത്. അതുപോലെ തന്നെ ഹാനികരമായ വസ്തുക്കളെ നശിപ്പിക്കുന്നതും കരൾ തന്നെയാണ്. ഇനി നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് തലച്ചോറും സുഷുമ്നയും നാഡികളും കൂടി ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തത് 8ാമത്തെ ചാപ്റ്ററാണ് ആകാശവിസ്മയങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിൽ നിഴലിനെ പറ്റി പറയുന്നുണ്ട്. രാവിലെ നിഴലിന് നീളം കൂടുതലായിരിക്കും. പടിഞ്ഞാറ് ദിശയിലായിരിക്കും നിഴലുണ്ടാവുക. വൈകുന്നേരവും നിഴലിന് നീളം കൂടുതലായിരിക്കും, എന്നാൽ കിഴക്ക് ദിശയിലാണ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് നീളം കുറവാണ് നിഴലിന്, എന്നാൽ ചുവട്ടിൽ തന്നെയായിരിക്കും. മരത്തിൻ്റെ നിഴലൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയായിരിക്കും കാണുക. ഇനി അതാര്യ വസ്തുക്കൾ മാത്രമാണ് നിഴൽ സൃഷ്ടിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ചില്ലിന് നിഴൽ ഉണ്ടാവില്ല, കാരണം ചില്ല് ഒരു സുതാര്യ വസ്തുവാണ്. അതാര്യ വസ്തുക്കൾ മാത്രമാണ് നിഴൽ സൃഷ്ടിക്കുക. പ്രകാശ സ്രോതസ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നിഴലുണ്ടാകുക. ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി കോൺ ഐസ്ക്രീമിൻ്റെ കപ്പ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതാകും. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് രാത്രിയായിരിക്കും എന്നും ഓർത്തിരിക്കാം. എന്താണ്? ചന്ദ്രൻ, സൂര്യൻ, ഭൂമി, അങ്ങനെയായിരിക്കും ഓർഡറിൽ വരിക. ചന്ദ്രൻ, സൂര്യൻ, ഭൂമി എന്ന ഓർഡറിലാണ് ചന്ദ്രഗ്രഹണം വരിക. സൂര്യഗ്രഹണമാണെങ്കിലോ ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്ന ഓർഡറിലായിരിക്കും. ഓക്കെ, സൂര്യഗ്രഹണമാണെങ്കിൽ ചന്ദ്രൻ നടുക്കായിരിക്കും. ചന്ദ്രഗ്രഹണമാണെങ്കിൽ സൂര്യനായിരിക്കും നടുക്ക് എന്ന് ഓർത്തിരുന്നാൽ മതി. ചന്ദ്രഗ്രഹണമാണെങ്കിൽ സൂര്യൻ നടുക്കും, സൂര്യഗ്രഹണമാണെങ്കിൽ ചന്ദ്രൻ നടുക്കുമായിരിക്കും. ചന്ദ്രൻ, സൂര്യൻ, ഭൂമി ആണെങ്കിൽ ചന്ദ്രഗ്രഹണവും, ഭൂമി, ചന്ദ്രൻ, സൂര്യനാണെങ്കിൽ സൂര്യഗ്രഹണവുമാണ്. ഇനി പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട്, വലയ സൂര്യഗ്രഹണമുണ്ട്, ഭാഗിക സൂര്യഗ്രഹണമുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണം എന്താണ്? ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുന്നു. കൊറോണ മാത്രം കാണുന്നു, അതായത് സൂര്യൻ്റെ അന്തരീക്ഷം മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുന്നു. ഇനി വലയ സൂര്യഗ്രഹണം എന്താണ്? സൂര്യൻ്റെ മധ്യഭാഗം ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നു. വലയം പോലെ സൂര്യൻ കാണുന്നു. ഭാഗിക സൂര്യഗ്രഹണം എന്താണ്? സൂര്യൻ്റെ ദൃശ്യഭാഗം ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണുന്നു. പൂർണ്ണ സൂര്യഗ്രഹണം ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നു. വലയ സൂര്യഗ്രഹണം വലയം പോലെയാണ്, അതായത് മധ്യഭാഗം മാത്രം മറയ്ക്കുന്നു. ഭാഗിക സൂര്യഗ്രഹണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ നമ്മൾ കാണുന്ന ഭാഗം ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ മറയ്ക്കുന്നു. ഇനി
അമാവാസ്യ അഥവാ കറുത്തവാവ് എന്താണ്? ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. ഈ ദിവസം ചന്ദ്രനെ കാണാൻ കഴിയില്ല. ചന്ദ്രന്റെ നിഴൽ ഭാഗമാണ് പൂർണ്ണമായും ഭൂമിയുടെ അഭിമുഖമായിട്ട് വരുന്നത്. ഈ ദിവസം ചന്ദ്രനെ കാണാൻ കഴിയില്ല. പൗർണമി അഥവാ വെളുത്തവാവ് എന്താണ്? ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതാണ് വെളുത്തവാവ് അഥവാ പൗർണമി. ഇനി വൃതി അഥവാ വെളുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയാണ്. ഓക്കെ, കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ ഇത് കൂടുന്നു. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ വരുന്നത് കൂടുന്നു. അതായത് ആദ്യം ചന്ദ്രക്കല പോലെ ചെറുത്, പിന്നെ കൂടി 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 അങ്ങനെ വട്ടമായി വരുന്നു. ആ ഒരു സമയത്തെയാണ് വൃതി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്, കൂടി കൂടി വരുന്നത്. ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ കാണുന്ന ഭാഗം കുറഞ്ഞു വരുന്നു. വൃതിക്ഷയം എന്ന് പറയുന്നത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസത്തെയാണ് വൃതിക്ഷയം എന്ന് പറയുന്നത്. പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ ഒരു വ്യത്യാസം, അതിനെയാണ് വൃതിക്ഷയം എന്ന് പറയുന്നത്. ഈ ചന്ദ്രയാൻ 3 പറ്റിയും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങിയ പേടകമാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപണം ചെയ്തു. 2023 ഓഗസ്റ്റ് 23 ഇറങ്ങി. സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു ചന്ദ്രനിലെ. 4ാമത്തെ രാജ്യമാണ് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത് ഇന്ത്യ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ചൊവ്വയിലേക്ക് അയക്കുന്ന ദൗത്യമാണ് മംഗൾയാൻ 2. ഈ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാൻ 27 ദിവസം എടുക്കും. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാൻ 1/3 ദിവസം എടുക്കും. വൃതിക്ഷയത്തിന് 29.5 ദിവസം, അതായത് ഏകദേശം 1 മാസം ആണ് വൃതിക്ഷയം ഉണ്ടാവുക. ഇനി വൃതിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് ദൃശ്യമാകുകയാണ് ചെയ്യുന്നത്. വൃതിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് ദൃശ്യമാകും. കറുത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കുകയുള്ളൂ. വെളുത്തവാവ് ദിവസം മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കുകയുള്ളൂ. വെളുത്തവാവ് ദിവസം ചന്ദ്രഗ്രഹണവും കറുത്തവാവ് ദിവസം സൂര്യഗ്രഹണവും സംഭവിക്കും. എല്ലാ പൗർണമിയിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകുകയില്ല. വെളുത്തവാവ് ദിവസം മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കാറുള്ളൂ. പക്ഷേ ഇത്രയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി 9ാമത്തെ ചാപ്റ്ററാണ് പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ്, പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പിന്നെ കുറച്ച് പദാർത്ഥ കണികകൾ, പിന്നെ ഡയോക്സിനുകൾ. ഇതൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. കാർബൺ മോണോക്സൈഡ് മൂലം നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ്. പിന്നെ കാർബൺ മോണോക്സൈഡ് കൂടിയ അളവിൽ ശ്വസിക്കുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാം. സൾഫർ ഡയോക്സൈഡിന്റെ മൂലം ഉണ്ടാകുന്നതാണ് ഹൃദയ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. നൈട്രജൻ ഡയോക്സൈഡ് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു. ഇനി പദാർത്ഥ കണികകൾ തൊണ്ടയിൽ, കണ്ണിന് ചൊറിച്ചിലുണ്ടാകുന്നു, അലർജി, ആസ്മ, ക്യാൻസർ പോലുള്ളതിനൊക്കെ കാരണമാകുന്നു. ഡയോക്സിനുകളാണ് ക്യാൻസറിനുള്ള ചാൻസ് ഉണ്ട്. തൈറോയിഡ് പ്രോബ്ലം, ശ്വാസകോശ പ്രോബ്ലത്തിന് കാരണമാകുന്നു. അന്തരീക്ഷ വായുവിൽ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്, 78%. കാർബൺ ഡയോക്സൈഡ് 0.04%, ബാക്കി എല്ലാം കൂടെ 0.96%. ഇനി ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% സമുദ്രജലമാണ്. ബാക്കി 3% ഉണ്ടല്ലോ ശുദ്ധജലം. ആ 3% ശുദ്ധജലത്തിൻ്റെ 69%, ആ 3%ത്തിൻ്റെ 69% മഞ്ഞുപാളിയാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. 30% ഭൂഗർഭജലം ഉള്ളത്. അതായത് ഈ 99, ഇത് രണ്ടും കൂടെ, അതായത് 3% ശുദ്ധജലത്തിൽ 99% ഇങ്ങനെ പോയി. 69% മഞ്ഞുപാളി, 30% ഭൂഗർഭജലവുമായി, അതുകൂടെ കൂടി 99% അങ്ങനെയായി. ബാക്കിയുള്ള 1% അതിൽ 0.3% മാത്രമാണ് കടൽ, നദി, കുളം തുടങ്ങിയ ഉപരിതല ജലമുള്ളത്. 0.9% ബാക്കിയുള്ളത്. അങ്ങനെ മൊത്തം 3% ശുദ്ധജലവും 97% സമുദ്രജലമാണ്.
ഇനി യൂട്രോഫിക്കേഷൻ എന്താണ് ചോദിക്കാറുള്ളതാണ്. ജലസസ്യങ്ങൾ ജലത്തിലെ ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുകയും ആവാസ വ്യവസ്ഥ തകിടം മറിക്കുകയും ചെയ്യുന്നതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലോറിനേഷനിൽ അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ ഉണ്ടാവും ക്ലോറിനേഷൻ ചെയ്താലും. എന്നാൽ ഡിസ്റ്റിലേഷൻ ചെയ്താൽ തിളപ്പിച്ച് നീരാവിയാക്കിയിട്ട് ആ നീരാവിയാണ് തണുപ്പിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഘടകങ്ങൾ ഉണ്ടാകില്ല. RRRന്റെ ഫുൾ എന്താണ്? RRR എന്ന് പറയുന്നത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നതാണ്. ബയോഗ്യാസിൽ മൈക്രോ ഓർഗാനിസംസ് ഉള്ള ബാക്ടീരിയ ഫംഗസും ആണ് ബയോഗ്യാസിലെ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ബാക്ടീരിയ മാത്രമല്ല ഫംഗസും ഉണ്ട്. ഡിസ്റ്റിലേഷൻ സമുദ്രജലം ഉപയോഗിക്കുന്നത് ഡിസ്റ്റിലേഷൻ വഴിയാണ്. തിളപ്പിച്ച് നീരാവിയാക്കിയിട്ട് ആ നീരാവിനെ തണുപ്പിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ സുരക്ഷിത ഭക്ഷണം എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മായം ഏതൊക്കെ രീതിയിലാണുള്ളതെന്നാണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ശർക്കരയിൽ ചേർക്കുന്ന മായമാണ് റോഡോമിൻ ബി. ശർക്കരയിലെ റോഡോമിൻ ബി, ശർക്കര റോഡോമിൻ ബി. തേനിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ലായനിയാണ് മിക്സ് ആയിട്ട് വരിക. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ വിതറുമ്പോൾ നിറം താഴേക്ക് പടരുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കളർ ഉണ്ടെന്നാണ് അർത്ഥം. ഇനി വെളിച്ചെണ്ണയിൽ മായമുണ്ടോ, മറ്റു എണ്ണകളുടെ മിക്സ് ഉണ്ടോ എന്നറിയാൻ വെളിച്ചെണ്ണ ഫ്രീസറിൽ വെക്കുക. ഫ്രീസ് ആയാൽ എണ്ണയിൽ മിക്സ് ഇല്ല, വെള്ളം പോലെ ഉണ്ട് എങ്കിൽ അതിൻ്റെ അകത്ത് മിക്സ് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി കായത്തിൽ മിക്സ് ഉണ്ടെങ്കിൽ, കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മായമില്ല. തീയിൽ കത്തുന്നില്ല എങ്കിൽ കായത്തിൽ മിക്സ് ഉണ്ടെന്നാണ് അർത്ഥം. കത്തുന്നുണ്ടെങ്കിൽ മായമില്ല. പിന്നെ പാസ്ചറൈസേഷൻ എന്താണ്? 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് ചൂടാക്കുന്നു. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് ചൂടാക്കുന്നു. 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. അതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ലൂയി പാസ്ചറാണ് ഇത് കണ്ടെത്തിയത്. ഇനി ഐസിലെ ഈ മീനിലൊക്കെ വെക്കുന്ന ഐസ്, ആ ഐസിലെ മായം എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഇത്രയാണ് SCERT 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്. Day 3 ടോപ്പിക് എടുത്തിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരന്തം എന്നതിൻ്റെ നിർവചനം മനുഷ്യ ഇടപെടൽ മൂലമോ പ്രകൃതി ഉണ്ടാക്കുന്നതോ ആയ പൊതുസ്വത്ത്, ജീവിതം, സ്വകാര്യ സ്വത്ത് എന്നിവയ്ക്ക് സാരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ദുരന്തം. പകർച്ചവ്യാധിയും ദുരന്തത്തിൽ പെടുന്നതാണ്. മനുഷ്യൻ ഇടപെടൽ, പ്രകൃതി ഉണ്ടാക്കുന്നത്, പിന്നെ പൊതുസ്വത്ത്, ജീവിതം, സ്വകാര്യ സ്വത്ത് എന്നിവയ്ക്ക് സാരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പകർച്ചവ്യാധികളും ദുരന്തത്തിൽ പെടുന്നതാണ്. ഇനി ലോക ദുരന്ത നിവാരണ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 13 ഒക്ടോബർ 13 ലോക ദുരന്ത നിവാരണ ദിനം. ദേശീയ ദുരന്ത നിവാരണ നിയമം പാസ്സാക്കിയത് 2005 അത് അംഗീകാരം നൽകിയത് 2005 ഡിസംബർ 23 ദേശീയ ദുരന്ത നിവാരണ നിയമം അംഗീകരിച്ചത് 2005 ഡിസംബർ 23 ദുരന്തം എന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രകൃതി ദുരന്തവുമുണ്ട്, 2 മനുഷ്യനിർമ്മിതവുമുണ്ട്. പ്രകൃതി ദുരന്തത്തിലെ 4 ടൈപ്പായിട്ട് തിരിക്കാം. 1 ഭൂമിശാസ്ത്രപരമായ ദുരന്തം, 2 കാലാവസ്ഥാ ദുരന്തം, 3 ജലദുരന്തം, 4 ജൈവ ദുരന്തം. ഒന്നുകൂടെ പറയാം. ഭൂമിശാസ്ത്രപരമായ ദുരന്തം അതായത് ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വതം, അവലാഞ്ച് ഇതൊക്കെ ഭൂമിശാസ്ത്രപരമായ ദുരന്തത്തിൽ പെടുന്നതാണ്. എന്നാൽ കാലാവസ്ഥ ദുരന്തത്തിൽ പെടുന്നതാണ് കൊടുങ്കാറ്റ്, ഉഷ്ണതരംഗം, ശൈത്യതരംഗം, വരൾച്ച, ഹിമപാതം, ആലിപ്പഴം വീഴ്ച ഇതൊക്കെ കാലാവസ്ഥാ ദുരന്തത്തിൽ പെടുന്നതാണ്. ജലദുരന്തത്തിൽ പെടുന്നതാണ് വെള്ളപ്പൊക്കം. ജൈവ ദുരന്തത്തിൽ പെടുന്നതോ പാൻഡമിക്, എപ്പിഡമിക്, ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ, പിന്നെ ഇൻസെക്റ്റിന്റെ അറ്റാക്കുകൾ, പക്ഷിപ്പനി, വെട്ടുകിളിയുടെ അറ്റാക്ക് ഇതൊക്കെ ജൈവ ദുരന്തത്തിൽ പെടുന്നതാണ്. ഇത്രയാണ് പ്രകൃതി ദുരന്തം. ഭൂമിശാസ്ത്രപരമായ ദുരന്തം, കാലാവസ്ഥാ ദുരന്തം, ജലദുരന്തം, ജൈവ ദുരന്തം. ഇതൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ട് ഇത് ഏത് ടൈപ്പ് ദുരന്തത്തിൽ വരുന്നു എന്ന് ചോദിക്കാം. ഇനി മനുഷ്യനിർമ്മിത ദുരന്തമാണ് വ്യാവസായിക ദുരന്തം, സാമുദായിക അല്ലെങ്കിൽ വർഗീയ സംഘർഷം, അശ്രദ്ധ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ. അതിൽ വ്യാവസായിക ദുരന്തത്തിൽ പെടുന്നതാണ് എണ്ണച്ചോർച്ച, വാതക ചോർച്ച, റേഡിയേഷൻ മൂലമുള്ള ദുരന്തങ്ങൾ. ഇതൊക്കെ വ്യാവസായിക ദുരന്തമാണ്. ഇനി സാമുദായിക അല്ലെങ്കിൽ വർഗീയ സംഘർഷത്തിൽ പെടുന്നതാണ്, അതിന് ഉദാഹരണമാണ് മണിപ്പൂർ കലാപം പോലെയുള്ള കലാപങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ സാമുദായിക ദുരന്തത്തിൽ പെടുന്നതാണ്. ഇനി അശ്രദ്ധ മൂലമുള്ളതാണ് റോഡ്, റെയിൽ, ഫ്ലൈറ്റ് അപകടങ്ങളൊക്കെ അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ പെടുന്നതാണ്. ഇനി ഈ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 ഡിസംബർ 23 അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ആ നിയമത്തിൽ 11 അധ്യായങ്ങളും 79 വകുപ്പുകളും ഉണ്ട്. 11, 79 ഒരു വകുപ്പോടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ 80 ആയേനെ.
11 അധ്യായത്തിൻ്റെ 1 ഇങ്ങോട്ട് ഇട്ടാൽ 80 ആവും. ഓക്കെ, ഇനി 11 അധ്യായവും 79 വകുപ്പുമാണ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലുള്ളത്. കേന്ദ്ര മന്ത്രിസഭയാണ് അതിന് തീരുമാനമെടുക്കുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. പക്ഷെ 2005 മെയ് 30 ദേശീയ അതോറിറ്റി നിലവിൽ വന്നു. 2005 മെയ് 30 ഈ സ്ഥാപനത്തിന്റെ ദേശീയ അതോറിറ്റി നിലവിൽ വന്നത്. അതായത് ഈ നിയമത്തിന്റെ സെക്ഷൻ 3(1) പ്രകാരം 2006 ഡിസംബർ 27 ദേശീയ അതോറിറ്റി നിലവിൽ വരുന്നത്. പക്ഷെ 2005 മെയ് 30 ഒരു ദേശീയ അതോറിറ്റി നിലവിൽ വന്നിരുന്നു. 2005 ഡിസംബർ 23 അംഗീകാരം നൽകിയത്. അതിന്റെ മുന്നേ തന്നെ 2005 മെയ് 30 തന്നെ ഒരു ദേശീയ അതോറിറ്റി നിലവിൽ വന്നിരുന്നു, ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷെ നിയമം നിലവിൽ വന്നതിന് ശേഷം സെക്ഷൻ 3(1) പ്രകാരം നിലവിൽ വരുന്നത് 2006 ഡിസംബർ 27 ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ദേശീയ അതോറിറ്റി നിലവിൽ വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. NDMA, M അല്ല, NDMA. അതിൽ 10 അംഗങ്ങളാണ് ഉള്ളത്. അധ്യക്ഷൻ പ്രൈം മിനിസ്റ്ററാണ്, ഉപാധ്യക്ഷൻ ഏതെങ്കിലും ക്യാബിനറ്റ് മന്ത്രിയും, പിന്നെ 8 മെമ്പേഴ്സും, അങ്ങനെ മൊത്തം 10 അംഗങ്ങളാണ്. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ആസ്ഥാനം ഡൽഹിയാണ്. കാലാവധി 5 വർഷമാണ്. ആസ്ഥാനം ഡൽഹിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF എന്ന് പറഞ്ഞ 2006 നിലവിൽ വന്നിട്ടുണ്ട് ഒരു ഫോഴ്സ് ആണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. ഇതിനു വേണ്ടിയിട്ട് തന്നെ 2006 നിലവിൽ വരുന്നത്. അവരുടെ ആപ്തവാക്യം ആപ്ത സേവ സദൈവ് സർവത്ര, ആപ്ത സേവ സദൈവ് സർവത്ര എന്നതാണ്. ഇനി ഇതിന് 3 തലങ്ങളാണ് ഉള്ളത്. ദേശീയ തലം, സംസ്ഥാന തലം, ജില്ലാ തലത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി വർക്ക് ചെയ്യുന്നത്. സെഷൻ 14(1) പ്രകാരമാണ് സ്റ്റേറ്റ് അതോറിറ്റി ഫോം ചെയ്യുന്നത്. 3(1) പ്രകാരമാണ് ദേശീയ അതോറിറ്റി നിലവിൽ വന്നത്. എന്നാൽ 14(1) പ്രകാരമാണ് സ്റ്റേറ്റ് അതോറിറ്റി നിലവിൽ വന്നത്. ആദ്യം കേരളത്തിലാണ് വരുന്നത് 2007 മെയ് 4. 2005 നിയമം വരുന്നു. 2006 ഡിസംബർ 27 അതോറിറ്റി, ദേശീയ അതോറിറ്റി നിലവിൽ വരുന്നു. 2006 ഡിസംബർ 27. 2007 മെയ് 4 കേരളത്തിൽ സ്റ്റേറ്റ് ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വരുന്നു. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്, വികാസ് ഭവനാണ്. ഒബ്സർവേറ്ററി ഹിൽസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒബ്സർവേറ്ററി ഹിൽസിലാണ്, വികാസ് ഭവനിൽ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ആസ്ഥാനം. സുരക്ഷായനം എന്നുള്ളതാണ് ആപ്തവാക്യം. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആപ്തവാക്യം. അധ്യക്ഷൻ ചീഫ് മിനിസ്റ്ററാണ്, ഉപാധ്യക്ഷൻ റവന്യൂ മിനിസ്റ്ററാണെന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ഉപാധ്യക്ഷൻ റവന്യൂ മിനിസ്റ്ററാണ്. ഇതിന്റെ CEO എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ കൺവീനർ ഉണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൺവീനറും ചീഫ് സെക്രട്ടറി CEOയുമാണ്. റവന്യൂ മിനിസ്റ്ററാണ് ഉപാധ്യക്ഷൻ, അധ്യക്ഷൻ ചീഫ് മിനിസ്റ്ററും. കൃഷിമന്ത്രി ഒരംഗമാണ് എന്ന് ഓർത്തിരിക്കുക. ആരോഗ്യമന്ത്രി അംഗമല്ല, എന്നാൽ കൃഷിമന്ത്രി അംഗമാണ്. ഇത് സെഷൻ 14(1) പ്രകാരമാണ് അതോറിറ്റി നിലവിൽ വരുന്നത്. സെഷൻ 14(2) പ്രകാരം ഈ സ്റ്റേറ്റ് അതോറിറ്റിയിൽ മാക്സിമം അംഗങ്ങൾ 10 എന്നാണ് പറയുന്നത്. അത് നാഷണൽ അതോറിറ്റിയിലും 10 അംഗങ്ങളാണ്, ഇത് സ്റ്റേറ്റിലും 10 അംഗങ്ങളാണ്. ഇനി സ്റ്റേറ്റ് ദുരന്ത നിവാരണ നയം നിലവിൽ വരുന്നത് 2010 ഒരു നയം രൂപീകരിക്കുന്നു, സ്റ്റേറ്റ് ദുരന്ത നിവാരണ നയം. അതിന് പ്രകാരം സ്റ്റേറ്റ് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് 5 ടൈപ്പാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ദുരന്തത്തെ പ്രകൃതി ദുരന്തം, മനുഷ്യനിർമ്മിതം എന്നിങ്ങനെ 2ആയി തിരിച്ചത് ദേശീയ തലത്തിലുള്ള കോമൺ കാറ്റഗറിയാണ്. സ്റ്റേറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഏതൊക്കെ ടൈപ്പ് ദുരന്തങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ജലം, കാലാവസ്ഥ ദുരന്തങ്ങളാണ്. അതായത് ജലം, കാലാവസ്ഥ ദുരന്തം, വെള്ളപ്പൊക്കമൊക്കെ. പിന്നെ ഭൗമഘടനാ ദുരന്തമാണ്, സുനാമി, അണക്കെട്ടൊക്കെ പോലെ ഭൗമഘടന ദുരന്തങ്ങളാണ്. 3 രാസവ്യാവസായിക ദുരന്തം, 4 ജൈവപരമായ ദുരന്തം, 5 മനുഷ്യനിർമ്മിതമായ ദുരന്തം. അപ്പോൾ ഒരെണ്ണം മനുഷ്യനിർമ്മിതമായ ദുരന്തം തന്നെയാണ്, പിന്നൊന്ന് ജൈവപരമായ ദുരന്തം തന്നെയാണ്, പിന്നെ ഒരെണ്ണം ജലം കാലാവസ്ഥയും കൂടെ കൂട്ടിയിട്ട് ഒറ്റ നയമാണ്. പിന്നെ രാസവ്യാവസായിക ദുരന്തം ഉണ്ട്.
ഇനി ഭൗമഘടനയിലുള്ള ദുരന്തം. അങ്ങനെ 5 എണ്ണമാണ്. ഇനി ഉരുൾപൊട്ടൽ സാധ്യത കേരളത്തിലുണ്ട് ഉള്ളത് എവിടെയാണ്? 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്താണ് ഉരുൾപൊട്ടൽ സാധ്യത പറയുന്നത്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത പറയുന്നത്. ഇനി തെറ്റായ ന്യൂസ്, അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തെറ്റായ ന്യൂസ് കൊടുക്കുന്നതിനുള്ള ശിക്ഷ വകുപ്പ് 54 പ്രകാരം ആണ് വരുന്നത്. 1 വർഷം തടവാണ് ശിക്ഷയായി വരുന്നത്. 54-ാം വകുപ്പ് പ്രകാരമാണ് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ തലമാണ് ജില്ലാ തലത്തിൽ ചെയർമാൻ കളക്ടറാണ്, ഉപാധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇനി പറയുന്നത് മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് മഴയെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ കണക്കനുസരിച്ചാണ് 24 മണിക്കൂർ, അതായത് ഒരു ദിവസത്തിൽ പൂർണ്ണമായ ഒരു ദിവസം പെയ്ത മഴയുടെ അടിസ്ഥാനത്തിലാണ് കണക്ക് വരുന്നത്. നൂൽ മഴ എന്ന് പറയുന്നത് 0.1 to 2.4 മില്ലിമീറ്റർ മഴയാണ് ഒരു ദിവസം കിട്ടിയത് എങ്കിൽ അതിനെ നൂൽ മഴ എന്നാണ് പറയുക. 0.1 to 2.4. ചാറ്റൽ മഴ എന്ന് പറയുന്നെങ്കിൽ 2.5 to 15.5 ആണ് ചാറ്റൽ മഴ. മിതമായ മഴ 15.6 to 64.4 മിതമായ മഴ. ശക്തമായ മഴ എന്ന് പറയുമ്പോൾ 64.5 to 115.5 വരെ ശക്തമായ മഴയാണ്. അതിശക്തമായ മഴ എന്ന് പറയുമ്പോൾ 115.6 മുതൽ 204.5 വരെ. അതിതീവ്ര മഴ എന്ന് പറയുന്നത് 204.4 കൂടുതൽ മഴ വന്നു കഴിഞ്ഞാൽ അതിതീവ്ര മഴയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. നൂൽ മഴ 0.1 നൂല് പോലെ 0.1 to 2.4 mm നൂൽ മഴ. പിന്നെ 15.5 വരെ ചാറ്റൽ മഴ, 15 ചാറ്റൽ മഴ 15.5. പിന്നെ മിതമായ മഴ 64.4. നൂൽമഴ ചാറ്റൽ മഴയ്ക്ക് ശേഷമാണ് മിതമായ മഴ 64.4 വരെ. ശക്തമായ മഴ 115.5 വരെയാണ് ശക്തമായ മഴ. അതിശക്തമായ മഴ 204.4 വരെയാണ് അതിശക്തമായ മഴ. അതിതീവ്ര മഴ 204.4 മേലിലാണ് അതിശക്തമായ മഴ. പിന്നെ അലേർട്ട് വരുന്നുണ്ട്. പച്ച അലേർട്ട് എന്ന് പറയുന്നത് തൃപ്തികരമാണ്. മഞ്ഞ കളറാണ് അലേർട്ട് വരുന്നത് എങ്കിൽ കരുതലോടെ നിരീക്ഷിക്കുക എന്നതാണ്. ഓറഞ്ച് കളറാണ് എങ്കിൽ അതീവ ജാഗ്രതയാണ്. റെഡ് ആണെങ്കിൽ കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത് അലേർട്ടാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. ഇനി ഓൺലൈൻ ആപ്പ് ഉണ്ട് QCOPY, QKOPY. QCOPY എന്ന് പറയുന്നത് കേരള ദുരന്ത മുന്നറിയിപ്പ് നൽകുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനാണ് QCOPY. ദാമിനി എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഇടിമിന്നലിനുള്ള മുന്നറിയിപ്പ് നൽകുന്നതാണ് ദാമിനി. ഇനി ടോൾ ഫ്രീ നമ്പറാണ് 1091 ടോൾ ഫ്രീ നമ്പർ. അതുപോലെ തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന കിറ്റിൽ 14 പ്രധാനപ്പെട്ട വസ്തുക്കൾ ഉണ്ടാകണമെന്നതാണ് നയത്തിൽ പറയുന്നത്. ഇത്രയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ്. അടുത്ത ഫ്ലാഷ് കാർഡ് കുഞ്ഞാലി മരക്കാരുടെയാണ്. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പട തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുഞ്ഞാലി മരക്കാർ പ്രധാനമായും 4 പേരാണുള്ളത്. കുഞ്ഞാലി ഒന്നാമൻ ഏകദേശം 1524 മുതൽ 38 വരെയാണ്. കുഞ്ഞാലി രണ്ടാമൻ 38 മുതൽ 69 വരെയും. കുഞ്ഞാലി മൂന്നാമൻ 1569 മുതൽ 1595 വരെയും. കുഞ്ഞാലി നാലാമനാണ് 1595 മുതൽ 1600 വരെയുള്ള 5 വർഷവും ഉണ്ടായിരുന്ന കുഞ്ഞാലിമാരെ. കുഞ്ഞാലി 1 അറിയപ്പെടുന്നത് കുട്ടിയാലി അഥവാ കുട്ടി അഹമ്മദ് അലി എന്നാണ് കുഞ്ഞാലി 1 അറിയപ്പെടുന്നത്. കുഞ്ഞാലി 2 കുട്ടി പോക്കർ അലി. കുഞ്ഞാലി 3 പടമരിക്കാർ എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മൂന്നാമനും. കുഞ്ഞാലി നാലാമൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നും മുഹമ്മദ് അലി മരക്കാർ എന്നും ഉള്ളത് കുഞ്ഞാലി നാലാമനാണെന്ന് ഓർത്തിരിക്കുക. ഒന്നാമൻ കുട്ടിയാലി, കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി 2 കുട്ടി പോക്കർ അലി. മൂന്നാമത്തെ ആൾ പട്ടുമരക്കാർ, പടയമരക്കാർ. നാലാമത്തെ ആള് മുഹമ്മദ് അലി മരക്കാർ അഥവാ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നാണ് അറിയപ്പെടുന്നത്. AD 1600 എന്ന് പറയുമ്പോൾ കുഞ്ഞാലി നാലാമനാണ്. അപ്പൊ AD 1600 കുഞ്ഞാലി നാലാമനെ നേരിടുന്നതിന് പോർച്ചുഗീസ് വൈസ്രോയ് ചുമതലപ്പെടുത്തിയത് അഡ്മിറൽ ഫുർട്ടോഡോവിനെയാണ്. അഡ്മിറൽ ഫുർട്ടോഡോവിനെയാണ് കുഞ്ഞാലി നാലാമനെ വകവരുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലിലാണ് കേട്ടോ. കോഴിക്കോട് വടകരയ്ക്ക് അടുത്തുള്ള
കോട്ടക്കലിലാണ് ഇരിങ്ങൽ എന്ന സ്ഥലം. അവിടെയാണ് മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ഇരിങ്ങലിൽ തന്നെയാണ്. ഇനി പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതിൻ്റെ അകത്ത് പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ഇനി 1498 മുതൽ 1498 മുതലാണ്, അതായത് ഇവരുടെ കുഞ്ഞാലി ഒന്നാമൻ്റെ കാലം മുമ്പ്. 1498 മുതൽ 1498 നമ്മുടെ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് വരുന്നത്. 98 മുതൽ 1583 വരെ പോർച്ചുഗീസ് ആക്രമണങ്ങളുടെ വിവരം നൽകുന്ന അറബി ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തെ സംബന്ധിച്ച് രചിക്കപ്പെട്ട ആദ്യ ചരിത്ര ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഫത്ഹുൽ മുഈൻ എന്ന കൃതിയുടെ രചയിതാവും സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീനും ഫത്ഹുൽ മുഈൻ എന്നുള്ള കൃതിയും രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. ഇനി തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? ബീജാപ്പൂർ സുൽത്താനായ അലി ആദിൽ ഷയ്ക്കാണ്. അലി ആദിൽ ഷാ, ബീജാപ്പൂർ സുൽത്താനായിരുന്ന അലി ആദിൽ ഷയ്ക്കാണ് ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നത് സൈനുദ്ദീൻ കൊടുത്തത്. ഇനി പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് 1571 ചാലിയൻകോട്ട പിടിച്ചെടുത്ത വീരേതിഹാസം പ്രതിപാദിക്കുന്ന ഖാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം ഏതാണ്? അൽ ഫത്ഹുൽ മുബീൻ ആണ്. ഖാസി മുഹമ്മദാണ് രചിച്ചത്. അൽ ഫത്ഹുൽ മുബീൻ രചിച്ചത് ഖാസി മുഹമ്മദ് ആണ്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് 1571 ചാലിയൻകോട്ട പിടിച്ചെടുത്തതാണ്. 1571 ചാലിയൻകോട്ട പിടിച്ചെടുത്തതാണ് അൽ ഫത്ഹുൽ മുബീനിൽ ഖാസി മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാപ്പിളപ്പാട്ടുകളിൽ തന്നെ ആദ്യ കൃതി എന്നറിയപ്പെടുന്ന മുഹയ്യദ്ദീൻ മാല, മാപ്പിളപ്പാട്ടുകളിൽ ആദ്യ കൃതിയാണ് മുഹയ്യദ്ദീൻ മാല. അത് രചിച്ചതും ഖാസി മുഹമ്മദ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അൽ ഫത്ഹുൽ മുബീൻ ഇപ്പൊ പറഞ്ഞിരുന്നു, ചാലിയൻകോട്ട 1571 പിടിച്ചെടുത്തതിനെ പറ്റി. ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയ ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന് സാമൂതിരിയെ പ്രകീർത്തിച്ച് ഖാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യമാണ് അൽ ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. അടുത്ത് പോർച്ചുഗീസുകാർ സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് 1513 1513 കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. പോർച്ചുഗീസുകാർ സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് 1540 1540 1513 കണ്ണൂർ സന്ധി, പൊന്നാനി സന്ധി 1540. ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പണിത പള്ളി. സെന്റ് ഫ്രാൻസിസ് ചർച്ച് പണിതിരിക്കുന്നത് ഗോതിക് ശൈലിയിലാണെന്നും ഓർത്തിരിക്കുക. ഇത്രയാണ് പ്രധാനമായിട്ടും കുഞ്ഞാലി മരക്കാറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്ത MEM പ്ലസ് കറണ്ട് അഫയേഴ്സിൻ്റെ 58ാമത്തെ ദിവസമാണ്. ഇംഗ്ലീഷിൽ എടുത്തിരിക്കുന്ന ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, ഒരു സെൻറ്റൻസ് വന്നിട്ട് കൺവേർട്ട് ഇറ്റ് ടു സിമ്പിൾ സെൻറ്റൻസ് അങ്ങനെയാണ് വരിക, കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെയാണ് വരിക. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണ് എങ്കിൽ ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻസിൽ സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കുക. ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളതാണ് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ അതിൽ ഈ തന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്ന ഇത് നോക്കി തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് വരുന്നതെങ്കിൽ 2ഓ അതിൽ കൂടുതലോ മെയിൻ ക്ലോസ് വരണം. പിന്നെ കോമ്പൗണ്ട് സെൻറ്റൻസിൽ ഫാൻ ബോയ്സ് വരുന്നുണ്ട്. ഫാൻ ബോയ്സ് എന്ന് പറയുമ്പോൾ ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ എന്നും പിന്നെ INGയിൽ തുടങ്ങുന്നതാണ് എങ്കിലും അത് കോമ്പൗണ്ട് സെൻറ്റൻസ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. 2ഓ അതിൽ കൂടുതലോ മെയിൻ ക്ലോസ് വരുന്നത് കോമ്പൗണ്ട് സെൻറ്റൻസിലാണ്. ഫാൻ ബോയ്സ് എന്ന അതിലെ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, എറ്റ്, സോ ഇത് ആ സെൻറ്റൻസിൽ വരികയാണ് എങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ INGയിൽ തുടങ്ങുകയാണ് എങ്കിലും അത് കൂടുതലും കോമ്പൗണ്ട് സെൻറ്റൻസിലാണ് വരുന്നത്. ഇനി അതല്ല കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് പറയുന്നതെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസ് ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിൽ കൂടുതലോ സബ് ക്ലോസുമാണ് ഉണ്ടായിരിക്കുക. അപ്പം പിന്നെ കൂടുതലും റിലേറ്റീവ് പ്രോനൗൺസ്, അതായത് ഹൂ, വിച്ച്, വാട്ട് അങ്ങനെയൊക്കെ ഇടയ്ക്ക് വരുന്ന അതാണ് റിലേറ്റീവ് പ്രോനൗൺസ്. പിന്നെ സിൻസ്, അൺലെസ്, ഇഫ് തുടങ്ങിയവയൊക്കെ വരുന്നതും കോംപ്ലക്സ് സെൻറ്റൻസിലാണ്. അപ്പോൾ അതും ഓർത്തിരിക്കുക. മലയാളത്തിൽ ഒരു 10 വേർഡ്സിൻ്റെ പര്യായമാണ് എടുത്തിരിക്കുന്നത്. കന്യക,
കന്യ, കുമാരി, കന്നി, വരദ ഇതൊക്കെ പറയുന്നത് കന്യകയുടെയാണ്. കന്യാപുത്രൻ, കന്യാജാതൻ, കനീനൻ എന്ന് പറയുന്നത് കന്യാപുത്രനാണ്. പിന്നെ കാമുകൻ, കമിതാവ്, കമനൻ, കമ്രൻ, അനുഗൻ, അനുരക്തൻ, അഭീകൻ ഒക്കെ പറയുന്നത് കാമുകനാണ്. ഓർത്തിരിക്കുക. അനുജന്മാവെന്നും അനുജാതൻ എന്ന് പറഞ്ഞാലും അത് അനുജനാണ്. അനുജന്മാവെന്നും അനുജാതനും അനുജനാണ്. എന്നാൽ അനുഗൻ, അനുരക്തൻ, അഭീകൻ എന്ന് പറയുന്നത് കാമുകനാണ്. അർഭകൻ എന്ന് പറയുന്ന ആരാണ്? കുട്ടിയാണ്. അർഭകൻ എന്ന് പറയുന്നത് കുട്ടിയാണ്. എന്നാൽ അഭീകൻ എന്ന് പറയുന്നത് കാമുകനാണ്. ഇനി അതിഥി, ആഗന്തുകൻ, ആവേശികൻ, ഗൃഹാഗതൻ. ഗൃഹാഗതൻ പിന്നെ ഓർത്തിരിക്കുക അതിഥിയാണ്. ആഗന്തുകൻ, ആവേശികൻ ഇതൊക്കെ അതിഥിയാണ്. പിന്നെ വീട്, വീടിന്റെ പര്യായമാണ് ഗേഹം, ഭവനം, മന്ദിരം, വസതി, വാസ്തു, ആകാരം, ആകാരം, ആവസ്തം, നികായം, നിവാസം, നികേതനം, ധാമം, ഓഗസ്റ്റ്, സത്മം, വേശ്മം എന്നോട് പറയാം. ഗേഹം, ഭവനം, മന്ദിരം, വസതി, വാസ്തു, ആകാരം, ആവസ്തം, നികായം, നിവാസം, നികേതനം, ധാമം, ഓഗസ്റ്റ്, സത്മം, വേശ്മം ഇതൊക്കെ വീടിന്റെ പര്യായങ്ങളാണ്. ഇനി അങ്കണം, മുറ്റം, അജിരം, ചത്വരം. കിണർ, കൂപം, ഉദപാനം, അന്തു, പ്രഹി. കൂപം, ഉദപാനം, അന്തു, പ്രഹി. അടുക്കള, മഹാനസം, രസവതി, പചനശാല, പാകസ്ഥാനം, മടപ്പള്ളി, കുശിനി. മഹാനസം, രസവതി, പചനശാല, പാകസ്ഥാനം, മടപ്പള്ളി, കുശിനി. ഇനി അടുക്കളക്കാരൻ, വല്ലവൻ, സൂതൻ, സൂപകാരൻ. അടുപ്പോ, അശ്മന്തം, ഉദ്ധാനം, ചുല്ലി, അന്തിക, അതിശ്രയണി, അശ്വന്തം. ഇത്രയൊക്കെയാണ് പര്യായം. കറണ്ട് അഫയേഴ്സിൽ കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ആയിരുന്നു നോക്കിയിരുന്നത്. ഒന്ന് NPS വാത്സല്യം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കുള്ള പെൻഷൻ സ്കീമാണ്. NPS വാത്സല്യം കുട്ടികൾക്കുള്ള പെൻഷൻ സ്കീം എന്ന് ഓർത്തിരിക്കുക, 18 വയസ്സിൽ താഴെയുള്ളവർക്ക്. സ്റ്റാർസ് പദ്ധതി എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ പദ്ധതിയാണ്. 6 സ്റ്റേറ്റ്സിലാണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്തനിങ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ്. ധനസഹായം നൽകുന്നത് വേൾഡ് ബാങ്ക് ആണ്. നിലവിൽ 6 സ്റ്റേറ്റ്സ് ഉണ്ട്. കേരളത്തിലും ഉണ്ട്. കേരള, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, രാജസ്ഥാൻ. കേരള, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, രാജസ്ഥാൻ എന്നിങ്ങനെ 6 സ്റ്റേറ്റിലാണ് സ്റ്റാർസ് പദ്ധതി ഉള്ളത്. ഇനി ഭാരത് നെറ്റ് എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. എല്ലാ പഞ്ചായത്തിലും ഇന്റർനെറ്റ് എന്ന ഇതിൽ വന്നതാണ് ഭാരത് നെറ്റ്. അമൃത്, AMRUT, അമൃത് എന്ന് പറയുന്നത് നഗരങ്ങളിൽ കുടിവെള്ളവും സീവേജ് സംസ്കരണത്തിനെ പറ്റി അതിന് ഉള്ളതാണ് അമൃത് പദ്ധതി. ഇനി സമുദ്രയാൻ എന്ന് പറയുന്ന ആഴക്കടൽ ഗവേഷണത്തിന്, അതായത് 6000 മീറ്ററിലുള്ള ഗവേഷണത്തിന് വേണ്ടി മത്സ്യ 6000 എന്ന് പറയുന്നത് 3 പേർക്ക് പോകാൻ പറ്റുന്ന സമുദ്രയാൻ ഉണ്ടാക്കി. NIOT ചെന്നൈ ആണ് ഏജൻസി. ഇനി യുവ AI ഫോർ ഓൾ എന്ന് പറയുന്നത് സൗജന്യ AI പഠിപ്പിക്കുക. 4.5 മണിക്കൂറിലത്തെ കോഴ്സാണ് യുവ AI ഫോർ ഓൾ. ഇനി ജ്ഞാനഭാരത മിഷൻ എന്ന് പറയുന്നത് കയ്യെഴുത്ത് പ്രതികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജ്ഞാനഭാരത മിഷൻ. കോട്ടയത്തെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിലാണ് ഇപ്പം നിലവിലെ സേവതി മ്യൂസിയത്തിന് താളിയോല ഗ്രന്ഥം സംരക്ഷിക്കാനുള്ള അംഗീകാരം നൽകി. ഓരോ സ്ഥലത്തും ഓരോന്നാണ്. ഇത് സേവതി മ്യൂസിയത്തിന് താളിയോല ഗ്രന്ഥം സംരക്ഷിക്കാനുള്ള അധികാരം നൽകിയത് കോട്ടയം കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ സേവതി മ്യൂസിയത്തിലാണ്. ജ്ഞാനഭാരത മിഷന്റെ ഭാഗമായി. ഇനി ഡിജി അറിവ്, അത് സാംസങ്ങും UNGCNIയും തമിഴ്നാട് ഗവൺമെന്റ് സ്കൂളും കൂടെ കമ്പൈൻഡ് ആയിട്ട് നടത്തുന്നതാണ് ഡിജി അറിവ്. ഇനി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയാണ് HER എന്ന് പറയുന്നത്, ഹയർ ഏർണിംഗ്സ് റിവാർഡ്സ്. സ്ത്രീകൾക്കുള്ള ഒരു പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. ഇനി സഹകാർ ഡിജിപേ എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആപ്പാണ് ഡിജിറ്റൽ പേയ്മെന്റ് സഹകാർ ഡിജിപേ. ഇനി KSRTC ചലോ ആപ്പാണ്. ടിക്കറ്റ്, സീറ്റ്, കാർഡ് റീചാർജ് ഒക്കെയുള്ള KSRTC ചലോ ആപ്പ്. ഇനി AI എക്സോ സ്കെൽട്ടൺ എന്ന് പറയുന്നത് നടക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഉപകരണമാണ്. ഇന്നോഡോട്സ് ഇന്നോവേഷൻ ഇറക്കിയതാണ് AI എക്സോ സ്കെൽട്ടൺ, നടക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഉപകരണമാണ്. പിന്നെ SCERTയിൽ നെറ്റ്വർക്ക് ടോപ്പോളജി ആയിരുന്നു പഠിച്ചിരുന്നത്. ബസ്, സ്റ്റാർ, റിംഗ്, മെഷ് എന്നിങ്ങനെ 4 ടൈപ്പ് നെറ്റ്വർക്ക് ടോപ്പോളജി ഉണ്ട്. അതിൽ ഏറ്റവും നല്ലത് സ്റ്റാർ ആണ്. ഇത്രയാണ് ഇന്നത്തെ ദിവസത്തിൽ പഠിച്ചത്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക.